പത്തനംതിട്ട അടൂരിൽ 28-കാരിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂര ലൈംഗിക പീഡനമാണ്. അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ബോധരഹിതയാക്കി പീഡിപ്പിച്ചു. നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി വീണ്ടും ക്രൂരത തുടർന്നു. പ്രതിയുടെ ഭാര്യയോട് അതിക്രമ വിവരം തുറന്നു പറഞ്ഞതിന് യുവതിയെ ടാങ്കർ ലോറിയിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിച്ചു. ഇന്നലെ രാത്രിയോടെ ബലാത്സംഗ കേസ് പ്രതി വിനോദ് അടൂർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ്. ഓട്ടോറിക്ഷ ഡ്രൈവറായ വിനോദാണ് 28 വയസ്സുകാരിയായ യുവതിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയത്. നഗ്ന ചിത്രങ്ങൾ കാട്ടി പലതവണ പല സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂര ബലാത്സംഗത്തിന് യുവതിയെ ഇരയാക്കി. പീഡനവും മർദ്ദനവും തുടർച്ചയായതോടെ യുവതി പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു 40 വയസ്സുകാരനായ വിനോദിനെ അടൂർ പോലീസ് പിടികൂടിയത്. വിനോദ് നേരത്തെയും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഭർതൃഗൃഹത്തിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ച യുവതിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം യുവതി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും അടൂർ പോലീസിലും പരാതി നൽകി. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ജ്യൂസ് നൽകി മയക്കിയ ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കി. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. യുവതി പ്രതിയുടെ ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ പ്രതി കഴിഞ്ഞ മാസം 28-ന് യുവതിയെ ടാങ്കർ ലോറിയിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിച്ചു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ രാത്രി പ്രതിയായ വിനോദിനെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.